وصلى الله على نبينا محمد أشرف المخلوقين رحمة للعالمين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والتابعين لهم بإحسان إلى يوم الدين اتقوا الله يا عباد الله. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് ഇബാദത്തുകൾ നിർബന്ധമാക്കിയത് നമ്മുടെ മാനസിക വിശുദ്ധി കൈവരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തിക്കൊണ്ട് മാനസിക വിശുദ്ധി കൈവരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇബാദത്തുകൾ നിർബന്ധമാക്കിയത്. മാനസിക വിശുദ്ധി നേടിയെടുക്കാൻ സാധിക്കാത്ത ഇബാദത്തുകൾ എത്ര തന്നെ കൂമ്പാരമായിരുന്നാലും അതുകൊണ്ട് നമുക്ക് നാളെ പരലോകത്ത് ഒരു പ്രയോജനവും ലഭിക്കാനില്ല എന്ന് വളരെ കൃത്യമായി ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് വിശദീകരിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ അവതരിപ്പിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുകയും മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഖുർആനിന്റെ അവതരണത്തിന്റെ കാരണം എന്ന് നിലക്ക് ഖുർആൻ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനില് അള്ളാഹു നമ്മെ വിശ്വാസികളായ മനുഷ്യരെ മൊത്തത്തിൽ വിളിച്ചിട്ട് പറയാം, യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും وشفاء لما في الصدور وهدى ورحمة لقوم للمؤمنين. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅത്കും നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു, മൗഇദത്തും മിർ റബ്ബിക്കും നിങ്ങൾ റബ്ബിൽ നിന്നുള്ള സദുപദേശം വന്നെത്തിയിരിക്കുന്നു. അവ റബ്ബിൽ നിന്നുള്ള സദുപദേശം മാത്രമല്ല, വശിഫാഉൽ ലിമാ ഫി സുദൂർ, അത് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനവുമാകുന്നു. ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനമായി കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് എന്ന്. അപ്പൊ ഖുർആനിന്റെ അവതരണത്തിന്റെ പ്രധാന കാരണം എന്താണ്? മനുഷ്യൻ എന്നുള്ള നിലക്ക് എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് ദുർബലതകളും ന്യൂനതകളും ഉണ്ട്. നമുക്കൊക്കെ മനുഷ്യർ എന്നുള്ള നിലക്ക് മനുഷ്യർക്കൊക്കെ ഖുലിഖൽ ഇൻസാനു ദഈഫാണ്, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട്, നമ്മൾ ആരും അതിൽ ഒഴിഞ്ഞവരല്ല. മാനസികമായ എല്ലാ ദൗർബല്യങ്ങളും രോഗങ്ങളും എനിക്കും എൻ്റെ നിങ്ങളുടെ ഒക്കെ മനസ്സിനുണ്ട്. പിന്നെ അത് എങ്ങനെ ചികിത്സിക്കപ്പെടണം? അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലേക്ക് കയറിയിട്ട് ആ മനസ്സിന്റെ രോഗങ്ങളെ ചികിത്സിക്കപ്പെടണം. എന്നാലും ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെ ഇടക്കിടക്ക് മനസ്സിന് തകരാറ് വരും. അവ തകരാറ് വരുമ്പോൾ എന്ത് വേണം? അള്ളാഹിന്റെ ഖുർആനിന് നമ്മളെ മനസ്സിലേക്ക് കയറിയിട്ട് രണ്ടാമതായി ചികിത്സിക്കപ്പെടണം. അങ്ങനെയാണ്. അപ്പൊ നമ്മളെ ശരീരത്തിന് ആരോഗ്യവാന്മാരാണെങ്കിലും ചിലപ്പോൾ എന്താവും, രോഗം വരൂലേ? അപ്പൊ രോഗം വന്ന് നമ്മൾ ചികിത്സിക്കും. ഇതുപോലെ തന്നെ വിശ്വാസികളുടെ മനസ്സ് ഈ ഒരുപാട് ദൗർബല്യങ്ങൾ നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ മാനസികമായ ഒരുപാട് രോഗങ്ങളിലാണ് മനുഷ്യന് സംവിധാനിക്കപ്പെട്ടത്. പക്ഷെ ആ പ്രകൃതിയിൽ അള്ളാഹുവിന്റെ ലേക്കുള്ള വിശ്വാസവും അള്ളാഹുവിന്റെ ഖുർആനും കടന്നു ചെല്ലുമ്പോൾ എന്താവും? സ്വാഭാവികമായിട്ടും അത് ചികിത്സിക്കപ്പെടും. ഇപ്പൊ പിന്നെയും മനുഷ്യന് രോഗം ബാധിച്ചാൽ എന്റെ മനസ്സിന് രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിയുകയും വീണ്ടും അത് ചികിത്സിക്കുകയും ചെയ്യും, തിരുത്തുകയും ചെയ്യും. അങ്ങനെയാണ് മനുഷ്യന്റെ ഈ സംസ്കരണ പ്രക്രിയ നടക്കുന്നത് യഥാർത്ഥത്തില്. അപ്പൊ മനുഷ്യന്റെ രോഗങ്ങൾക്ക്, മനുഷ്യന്റെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അഹങ്കാരം, അസൂയ, ഊഹം, കാപട്യം, അത്യാഗ്രഹം, പിശുക്ക്, ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഖുർആൻ എണ്ണി പറയാം. കോപം, നിരാശ, ദേഹേച്ഛ, ഇങ്ങനെ തുടങ്ങി കുറെ രോഗങ്ങളെ കുറിച്ച് ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ രോഗങ്ങൾക്കൊക്കെ എന്തൊക്കെ രോഗം മനുഷ്യന്റെ മനസ്സിലുണ്ടോ ആ രോഗങ്ങൾക്കൊക്കെ ചികിത്സയുമാണ് ഖുർആൻ. അതാ ഷിഫാഉൽ ലിമാ ഫി സുദൂർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്കൊക്കെ ചികിത്സയുമാണ് വിശുദ്ധ ഖുർആൻ. ഷിഫാഉൽ ലിമാ ഫി സുദൂർ. ഇപ്പൊ മാനസിക വിഭ്രാന്തി ഒരു രോഗമാണ്. അത് മനസ്സിന്റെ ദൗർബല്യം കൊണ്ടുണ്ടാവുന്നതാണ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള രോഗവും ഓർമ്മയും മനഃശക്തിയൊക്കെ നേടിയെടുത്താൽ അത് ചികിത്സിക്കാൻ സാധിക്കും. അപ്പൊ മനുഷ്യന്റെ മനസ്സിന് എന്തൊക്കെ
എന്തൊക്കെ രോഗം ബാധിക്കുന്നുണ്ടോ ആ രോഗത്തിനൊക്കെ ശമനമാണ് വിശുദ്ധ ഖുർആൻ. ശിഫാഉൽ ലിമാ ഫി സുദൂർ എന്ന് പറഞ്ഞാൽ ഇതിൽ മനുഷ്യന്റെ മനസ്സിന് ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമായ അഹങ്കാരത്തെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു 40-50 മിനിറ്റോളം വിശദമായിട്ട് പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞ ഇതിന്റെ ആകത്തുക ഒരു വാചകത്തിലേക്ക് ഒതുക്കിയിട്ട് നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സൃഷ്ടിയാണ് ഞാൻ എന്ന് തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ എനിക്ക് എന്റേതായി ഒന്നുമില്ല. എന്റെ തലച്ചോറോ എന്റെ ബുദ്ധിയോ എന്റെ ആരോഗ്യമോ എന്റെ ശേഷിയോ എന്റെ സമ്പത്തോ ഒന്നും എന്റേതല്ല, എല്ലാം റബ്ബിൻ്റെതാണ്, റബ്ബ് സൃഷ്ടിച്ചതാണ്. ആ തിരിച്ചറിവുണ്ടാവുന്ന ഒരു മുഅ്മിനിന്റെ മനസ്സിലേക്ക് ഒരിക്കലും അഹങ്കാരം കടന്നുകൂടും. എനിക്ക് ഒരു നിലക്കും അഹങ്കരിക്കാൻ, ഒരു കാര്യത്തിലും അഹങ്കരിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന ബോധമുള്ളവരായിരിക്കും ഒരു മുഅ്മിൻ. അള്ളാഹുവിന്റെ അടിമയാണ്, ഉടമ റബ്ബാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അതാണ് നമ്മൾ ഒരു 10-50 മിനിറ്റോളം അഹങ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന്റെ ആകത്തുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് അസൂയയെ കുറിച്ചാണ്. മനുഷ്യന്റെ മനസ്സിന് ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. മറ്റൊരാൾക്കുണ്ടാവുന്ന അനുഗ്രഹത്തെ കുറിച്ച് നമ്മുടെ മനസ്സിനുണ്ടാവുന്ന അസ്വസ്ഥത. എന്റെ കൂടെ പഠിച്ച ഒരാൾ, അല്ലെ എന്റെ സമപ്രായക്കാരൻ ഒരാൾ, ആൾ വലിയ സ്ഥാനത്തെത്തിയിരിക്കുന്നു, അല്ലെ വലിയ സമ്പന്നനായിരിക്കുന്നു, അയാൾക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നു, അപ്പൊ എന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ചൊറിച്ചിൽ, ഒരു അസ്വസ്ഥത. ഇത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്, അള്ളാഹുവിന്റെ ഖലാഇന് എതിരാണ് എന്റെ മനസ്സിന്റെ അസ്വസ്ഥത എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അസൂയ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല. കാരണം അള്ളാഹു വളരെ കൃത്യമായി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഖലാഇന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് സമ്പത്ത് ഉണ്ടാവൽ, അധികാരമുണ്ടാവൽ, അറിവുണ്ടാവൽ. എന്തൊക്കെ അധികാരവും നേട്ടങ്ങളും ഗുണങ്ങളും ഒരാൾ നേടിയെടുക്കുന്നു അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിന്റെ ഖലാ പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ അസൂയ തോന്നുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളോടാണ് അസൂയ തോന്നുന്നത്. ഒരാളുടെ അനുഗ്രഹത്തിൽ, എന്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എന്റെ സമപ്രായക്കാരനായ ഒരാളുടെ വളർച്ചയിൽ എനിക്ക് അസൂയ തോന്നുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളോടുള്ള എന്റെ മനസ്സിന്റെ അസൂയയാണ്. ആ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരുമ്പോ ഒരാളോടുള്ള അസൂയ എന്റെ മനസ്സിലില്ലാതെ ആവും. അതാ ഖുർആൻ പറഞ്ഞ അള്ളാഹു ഒരാൾക്ക് നൽകിയ ഔദാര്യത്തിൽ നീ അസൂയ വെക്കുകയാണ്. അപ്പൊ അള്ളാഹിന്റെ തീരുമാനത്തിനെതിരാണ്. ഒരാളോട് എന്റെ മനസ്സിൽ അസൂയ തോന്നിയാൽ അത് അള്ളാഹുവിന്റെ ഖലാഇനെതിരാണ്, അള്ളാഹുവിന്റെ ഹിക്മത്തിനെതിരാണ് എന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ആ അസൂയ ഇല്ലാതെയായിത്തീരും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ആകത്തുക. ഇന്ന് നമുക്ക് പറയാനുള്ളത് മനുഷ്യ സമൂഹത്തിൽ മനുഷ്യന്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്നതും മനുഷ്യന്റെ ജീവിത പരാജയത്തിന് കാരണമാകുന്നതും കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ തകർച്ച ഉണ്ടാവാനും പരസ്പരം ശത്രുതയും വെറുപ്പും ഉണ്ടാവാനും അകൽച്ച ഉണ്ടാവാനും കാരണമാകുന്ന വിശുദ്ധ ഖുർആൻ നമ്മോട് അതിശക്തമായി വിലക്കിയിട്ടുള്ള ഒരു മനോരോഗത്തെക്കുറിച്ച്, വിനാശകാരിയായ ഒരു മനോരോഗത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അത് ഊഹം എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് കൃത്യമായി പറഞ്ഞു. ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, ഊഹങ്ങളിൽ നിന്ന് നിങ്ങൾ അധികവും വെടിയണം. ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, ഊഹങ്ങളിൽ ചിലത് പാപമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ലന്ന് എന്ന് പറഞ്ഞ, ഊഹം എന്ന് പറഞ്ഞ? ഊഹം എന്ന് പറഞ്ഞ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, അമ്മാ സൂഉൽ ലന്നി ഫഹുവ ഇംതിലാഉ ഖൽബുഹു ബിൽ-ളുനൂനി സയ്യിഅ, നമ്മുടെ മനസ്സിൽ മറ്റൊരാളെ കുറിച്ചുള്ള മോശപ്പെട്ട വിചാരം നിറയലാണ് ഊഹം എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു സമൂഹത്തെ കുറിച്ചോ നമ്മുടെ മനസ്സിൽ മോശപ്പെട്ട ധാരണ നിറയുക എന്നതാണ് ഊഹം എന്ന് പറഞ്ഞാൽ. ഹത്താ യത്ഫഹ അലാ ലിസാനിഹി വ ജബാരിഹി, അത് അവന്റെ നാവിലൂടെയും അവന്റെ പ്രവർത്തനങ്ങളിലൂടെയും പുറത്തു വരുന്നു എന്നാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ വേറൊരു വ്യക്തിയെ കുറിച്ചുള്ള മോശപ്പെട്ട ധാരണ ആ മനസ്സിൽ അവിടെ ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് നാവിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ പുറത്തു വന്നാൽ നമ്മൾ കുറ്റക്കാരായി എന്നർത്ഥം. മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ച് മോശം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉണ്ടാവണം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ചിലപ്പോൾ മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയേക്കാം, പക്ഷെ അത്
വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ പുറത്തു വരുമ്പോൾ തീർച്ചയായും അവൻ കുറ്റക്കാരനാകും. ഇനി പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ല എന്ന ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നുണ്ട്. അറിയോ, ഈ ഇലം, നീ അറിയണം, അന്ന സൂഅല്ലി ഹറാമുൻ, മോശപ്പെട്ട വിചാരം ഹറാമാണ്, നിഷിദ്ധമാണ്. വേറൊരാളെ കുറിച്ച് മോശപ്പെട്ട വിചാരം എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. മിഥുല സൂഇൽ ഖൗലി, മോശപ്പെട്ട വാക്ക് നീ പറയുന്നത് പോലെ തന്നെ മോശമാണ്. ഫകമാ യഹ്റുമു അലൈക, നിന്റെ മേൽ ഹറാമായതുപോലെ അൻ തുഹദ്ദിസ ഗൈറക ബിമസാബിൽ ഗൈരി, മറ്റൊരാളെ കുറിച്ച് മോശമായത് പറയുക എന്നത് നിനക്ക് ഹറാമാണ് എന്നതുപോലെ തന്നെ ഫലൈസ അൻ തുഹദ്ദിസ നഫ്സക വതുസി അല്ലന്ന ബിഅഖിക, നിന്റെ നഫ്സിനോട് മറ്റൊരാളെ കുറിച്ച് നീ മോശം പറയുന്നതും ഹറാമാണ് എന്ന്. നീ മറ്റൊരാളെ കുറിച്ച് മോശമായിട്ട് ഒരാളോട് പറയുന്നത് നിനക്ക് ഹറാമാണ് എന്നതുപോലെ തന്നെ നിന്റെ നഫ്സിനോട് നീ മറ്റൊരാളെ കുറിച്ച് മോശമായത് പറയലും ഹറാമാണ് എന്ന് ഇമാം ഗസാലി റഹിമഹുല്ല വിശദീകരിക്കുന്നു ഊഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാക്കും വല്ലന്ന, നിങ്ങളെ സൂക്ഷിക്കണം, ഊഹത്തെ സൂക്ഷിക്കണം. ഞാനിത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യരാണ്. മാനുഷികമായ എല്ലാ വൈകല്യങ്ങളും ന്യൂനതകളും ഉള്ള ആളുകൾ തന്നെയാണ്. ഇതൊക്കെ പറയുന്ന എൻ്റെ മനസ്സിലേക്ക് ഊഹം ചിലപ്പോൾ കടന്നു വന്നേക്കാം, തെറ്റിദ്ധാരണകൾ കടന്നു വന്നേക്കാം, കാരണം മനുഷ്യരാണ്. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാക്കും വല്ലന്ന, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. ഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, ഊഹങ്ങൾ അധികം മോശപ്പെട്ട വാർത്തകളാണ്, കളവായ വാർത്തകളാണ്. അതുപോലെ തന്നെ ഇന്നമാ കാനൽ കദിബൽ ഹദീസ് അന്നൽ കദിബ മുഖാലഫത്തുൽ വാഖി, കളവ് എന്ന് പറഞ്ഞാൽ അത് സത്യത്തിനെതിരാണല്ലോ. അതുപോലെ തന്നെ ഊഹം എന്ന് പറയുന്നതും അത് സത്യത്തിനെതിരായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് സൂക്ഷിക്കണം. ഈ ഊഹം എന്നൊരു സ്വഭാവം പൊതുവെ കുടുംബ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ തകർച്ചക്ക് ഊഹം എന്നത് കാരണമാകുന്നത്. കുടുംബജീവിതത്തിന്റെ തകർച്ചക്കും വ്യക്തിബന്ധങ്ങൾക്കിന്റെ തകർച്ചക്കും ഒക്കെ കാരണമാകുമെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചക്ക് ഊഹം ഏറ്റവും കൂടുതൽ കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഖുർആൻ ഏറ്റവും കൂടുതൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് വിശദീകരിക്കുകയും വളരെ ശക്തമായ സ്വരത്തിൽ താക്കീത് ചെയ്യുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. ഖുർആൻ വളരെ വിശദമായിട്ട് ലോകാവസാനം വരെ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥത്തിൽ നമ്മുടെയൊക്കെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെ വളരെ കൃത്യമായി വിശദീകരിക്കുകയും വളരെ ഗൗരവ സ്വരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് താക്കീത് നൽകുകയും ചെയ്തൊരു സംഭവം നമുക്കൊക്കെ അറിയാം. ഹാദിസത്തുൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട സംഭവം. ആ ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മദീനയ്ക്ക് അടുത്തെത്താറായ സ്ഥലത്ത് അവർ വിശ്രമിക്കാം. അങ്ങനെ അവർ വിശ്രമിക്കുന്ന സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോ അവരുടെ മാല തപ്പി നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പൊ അത് തെരഞ്ഞു പോവുകയാണ്. അത് തെരഞ്ഞു പോകുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ദൂരെ പോയത് മറ്റുള്ളവർ അറിയുന്നില്ല, റസൂലുള്ളാഹി പോലും അറിയുന്നില്ല എന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വിശ്വാസത്തെ എങ്ങനെയായിരിക്കണം വിശ്വാസം എന്ന് രൂപപ്പെടുത്താൻ കൂടിയുള്ള ഒരു സംഭവമാണ്. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒന്നുമില്ല എന്നൊക്കെ അതിര് വിട്ട് ബാധിക്കുന്ന ആളുകൾ നമ്മളെ പ്രവാചകനോടുള്ള ആദരവിന്റെ പേരിൽ നമ്മളെ സമൂഹത്തിലുണ്ടല്ലോ. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ റസൂലുള്ള പോലും അറിയുന്നില്ല ആയിഷ ബീബി മാല തിരയാൻ വേണ്ടി പോയത്. അങ്ങനെ ഇവര് ഈ സൈന്യം, ആയിഷ ബീബി വളരെ സ്കെൽറ്റായിട്ടുള്ള മെലിഞ്ഞ ഭാരം കുറഞ്ഞൊരു സ്ത്രീയാണ്. അപ്പൊ അവര് ഈ ഒട്ടക കൂടാരത്തിനുള്ളിൽ ഉണ്ടാവുമെന്ന് കരുതി ഇവര് ഒട്ടക കൂടാരം പുറത്ത് എടുത്തുവെച്ച് അവര് യാത്ര തിരിച്ചു. എല്ലാവരും പോയി. ആയിഷ ബീബി തിരിച്ചു വന്നപ്പോൾ ഒരാളെയും കാണുന്നില്ല, എല്ലാവരും പോയിട്ടില്ല. അപ്പൊ വളരെയധികം വിഷമിച്ചു. അപ്പൊ അവര് ഞാനില്ലാത്തത് അവിടെ മദീനയിൽ എത്തിയാൽ അറിഞ്ഞിട്ടെങ്കിലും അവർ തിരിച്ചു വരുമല്ലോ എന്ന ആശ്വാസത്തിൽ ആ മരത്തണലിൽ അങ്ങനെ വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഈ സൈന്യങ്ങളിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ആളുകളെല്ലാം നഷ്ടപ്പെട്ടാലോ അത് അന്വേഷിച്ച് പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടി പിന്നണി സൈന്യം എന്നൊരു സംവിധാനം ഉണ്ട് ആ കാലഘട്ടത്തിൽ. ആ സൈന്യത്തില് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തില് ഈ പിന്നണി സൈന്യം വളരെ കുറഞ്ഞ 2-3 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘം. ഇതിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ബനുൽ മുസ്തലഖ് യുദ്ധത്തില് ഈ നഷ്ടപ്പെട്ടത് വല്ലതും അന്വേഷിക്കാൻ വേണ്ടി പിന്നണിയിൽ ഉണ്ടായിരുന്നത് സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹു കുറെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ
ആയിഷ ബീവി, ഇവർ പോയ റൂട്ടിൽ ആയിഷ ബീവി ഒരു മരത്തണിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന കാണുന്നത്. അപ്പൊ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നു. ആയിഷ ബീവി കാര്യങ്ങൾ പറയുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി. അത് ആയിഷ ബീവി എന്താ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞ വിശദീകരിച്ച സമയത്ത് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒട്ടകപ്പുറത്ത് കയറ്റി. ഇതല്ലാതെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഞാനും തമ്മിൽ മറ്റൊരു വാക്ക് സംസാരം പോലും ഉണ്ടായിട്ടില്ല എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈ സൈന്യത്തിന്റെയും ഇടയിലേക്ക് തന്നെ, അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ടുള്ള ആളുകളുടെയും ഇടയിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ മദീനയിൽ ഇവരെത്തുമ്പോഴേക്ക് മദീനയിൽ മുഴുവൻ എന്തായിട്ടുണ്ട്? അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന മുനാഫിഖിന്റെ നേതൃത്വത്തിൽ സഫ്വാനും ആയിഷയും എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലും എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വല്ലാത്ത വിഷമായി. അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയതിൽ ആയിഷ ബീവി അറിഞ്ഞു. ആയിഷ ബീവിക്ക് വല്ലാത്ത പ്രയാസമായി. തിരിച്ചെത്തി ആയിഷ ബീവി രോഗിയായി. സ്വന്തം വീട്ടിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചു. സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്വന്തം ഉമ്മയുടെ അടുക്കലേക്ക് പോകാൻ അനുവാദം ചോദിച്ചു. അങ്ങനെ പോയി. ഒരു മാസക്കാലത്തോളം ഇങ്ങനെ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഞാൻ കരയുക തന്നെയായിരുന്നു, എനിക്ക് ഉറക്കം പോലും വന്നിരുന്നില്ല എന്നൊക്കെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു മാസം എടുക്കേണ്ടി വന്നു. എന്ത്? ഈ വിഷയത്തിന്റെ നിജസ്ഥിതിയിൽ അള്ളാഹുവിന്റെ വഹി എത്തുന്നത് വരെ. സാധാരണ ഒരു രോഗം വന്നാൽ പെട്ടെന്ന് അടുത്തു വരികയും വളരെ സൗമ്യമായി സംസാരിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു, കൂടുതൽ സൗമ്യമൊന്നും കാണിക്കുന്നില്ല, പോകുന്നു. അങ്ങനെയുള്ള ഒരു കൂടുതൽ സ്നേഹം ഒന്നും കാണിക്കാത്തൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അത് വളരെയധികം വിഷമമുണ്ടായി. എന്നിട്ട് അവസാനം അള്ളാഹുവിൽ നിന്ന് വഹി വരുന്നത് വരെ ആ പ്രയാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അനുഭവിക്കേണ്ടി വന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അളീം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. ആ ആരോപണം കൊണ്ടുവന്ന് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ തന്നെയാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അത് നിങ്ങൾക്ക് ഷർറാ നിങ്ങൾ വിചാരിക്കേണ്ടത് ഹൈറാണെന്ന്. ഇത്രയും പ്രയാസം റസൂലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അനുഭവിച്ചിട്ട് അള്ളാഹ് പറയുന്നത് എന്താ അറിയാം? നിങ്ങൾക്ക് ഷർറാന്ന് വിചാരിക്കേണ്ടത് ഹൈറാണെന്ന്. കുറച്ച് പ്രയാസം റസൂലിനും സഹാബികൾക്കും അത് തന്നെ വിശ്വാസികൾക്കും ആയിഷ ബീവിക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പൊ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവറോ മറ്റോ ഒരു സ്ത്രീ ഒരു അന്യ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതേ അവർ കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ട് എപ്പോഴാ കയറിപ്പോയത്, ആ വീട്ടിൽ ആരാളുള്ളത് ഒന്നും അറിയണ്ടാവില്ല. പക്ഷേ ഈ പാവ സ്ത്രീന്റെ പേരിൽ എന്തെങ്കിലും ആരോപണം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാവും, നാട് മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വളരെ കൃത്യമായിട്ട് അള്ളാഹു ഇതിന്റെ വിധിവിലക്കുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചില്ല. ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അത് നിങ്ങൾക്ക് ഷർറാ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വിശദീകരിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സംഭവം ഉണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഈ ആരോപണം ഉണ്ടായി. എന്നിട്ട് വലൗലായത് സമീഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറൻ വഖാലു ഹാദാ ഇഫ്കും മുബീൻ. എന്തുകൊണ്ട് ഇതൊരു വ്യക്തമായ ആരോപണമാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ ഖുർആൻ വിശ്വാസികളോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ലോകാവസാനം വരെ വരുന്ന മനുഷ്യരിൽ സ്ത്രീകൾക്ക് നേരെ വ്യക്തമായ തെളിവില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള വിധിവിലക്കുകൾ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കാം. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയിലോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഇങ്ങനെ വല്ലതും ചെയ്തതായിട്ട് നമ്മൾ കണ്ടാൽ പോലും പറയാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ ഖുർആൻ വിശദീകരിക്കുകയാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും വല്ല തെറ്റും ചെയ്യുന്നത് നമ്മൾ കണ്ടാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ അറിയോ? ഒരു മുഅ്മിന്റെ ന്യൂനത നിങ്ങൾ മറച്ചു വെച്ചാൽ നിങ്ങളുടെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റിനുള്ള പ്രതിഫലം അള്ളാഹ് കൊടുത്തുകൊള്ളും എന്നുള്ളത് നിങ്ങൾ അള്ളാഹിന്റെ അടുക്കലേക്ക് വിട്ടേക്കണം എന്നാണ്. ഇനി നിങ്ങൾ പറയുകയാണെങ്കിലോ 4 സാക്ഷികളെ കൊണ്ടുവരണമെന്നാണ്.
4 സാക്ഷികൾ 4 ആളെ അറിഞ്ഞുകൊണ്ട് വ്യഭിചരിക്കാൻ ഒരു സ്ത്രീയും ഒരു പുരുഷനും തയ്യാറാവുന്നെങ്കിൽ അവൻ വിവാഹിതനാണെങ്കിൽ അവനെ ഈ സമൂഹത്തിൽ വെച്ചേക്കാൻ പാടില്ല. 4 ആള് സാക്ഷി ഉണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിലോ, അല്ലാതെ പറഞ്ഞാലോ, ഒരു മനുഷ്യൻ മറ്റൊരു സ്ത്രീയും പുരുഷനും വ്യഭിചരിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, എന്നിട്ട് അയാൾ അത് ആളുകളുടെ മുമ്പിൽ പറഞ്ഞു നടന്നാൽ 4 സാക്ഷികളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞോനാ ശിക്ഷ. ഈ പറഞ്ഞോനാ ഖുർആൻ പഠിപ്പിക്കുന്ന ആളാണ്. നമ്മൾ ഖുർആനിന്റെ ശിക്ഷകൾ വളരെ ക്രൂരമാണെന്നൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടേ പറയാൻ പാടുള്ളൂ. ഒരു സ്ത്രീയും ഒരു പുരുഷനും വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ 4 സാക്ഷികളെ കൊണ്ടുവരണം. ഈ സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ പറഞ്ഞവനാണ് ഇസ്ലാമിക ഗവൺമെന്റ് ശിക്ഷ, പറഞ്ഞവനാണ് ശിക്ഷ. ഞാൻ ഒമാനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ അടുത്ത് ഒരു അനാശാസ പ്രവർത്തനം നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പൊ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പോ അത് പോലീസിനായിട്ട് ഞാൻ അറിയിച്ചിട്ട് അത് കൃത്യമായിട്ട് പോലീസിനെ സാക്ഷികളെ സഹിതം ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഞങ്ങളാണ് ഉള്ളു പോകാന്ന് പറഞ്ഞത്. അത് ഖുർആന്റെ വിധിയാണ്. ഖുർആൻ പറഞ്ഞു വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തു ബിഅർബഅതി ശുഹദാ. ഒരു സദ്വൃത്തയായ സ്ത്രീയെ കുറിച്ച് ആരോപണം പറഞ്ഞു, സുമ്മലം യഅ്തു ബിഅർബഅതി ശുഹദാ, പിന്നെ 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഫജ്ലിദൂഹും 80 ജൽദ, 80 അടി അടിക്കണം. ആരെ? പറഞ്ഞോനെ, ആരോപണം കൊണ്ടുവന്നു. അപ്പം ഞാനൊരാൾക്കെതിരെ ഒരു ആരോപണം പറയുന്നെങ്കിൽ 4 സാക്ഷികളെ അതിന് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ 80 അടി ഈ പറഞ്ഞോനെ ആരോപണം ഉന്നയിച്ചോന്ന് കൊടുക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ഇത്തരത്തിലുള്ള ഒരു തിന്മ മറ്റൊരാളിൽ സംഭവിച്ചു, ഒരു വിശ്വാസിയിൽ സംഭവിച്ചു നമ്മൾ അറിഞ്ഞാല് അത് അവനും അവന്റെ ശിക്ഷ പടച്ചോമ്പരാൻ കൊടുത്തോളും എന്നുള്ള നിലക്ക് നമ്മൾ വിട്ടേക്കുകയും അവനെ സ്വകാര്യമായിട്ട് അവനെ ഉപദേശിക്കുകയും എന്നിട്ട് പിന്നെ അവനെ തിരുത്താൻ തയ്യാറാവുകയും ചെയ്താൽ അള്ളാഹു പറഞ്ഞു മൻ സത്തറ മുഅ്മിനൻ സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഒരു വിശ്വാസിയുടെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ അവന്റെ പോരായ്മ, എല്ലാ മനുഷ്യന്മാരും പലതരത്തിലുള്ള പോരായ്മകളും ഉള്ളവരായിരിക്കും, അള്ളാഹു പരലോകത്ത് അവന്റെ പോരായ്മയും ന്യൂനതയും മറച്ചു വെക്കുമെന്ന്. അങ്ങനെ ഒരാൾ തിന്മ ചെയ്തത് അറിഞ്ഞാൽ പോലും അത് മറച്ചു വെച്ചുകൊണ്ട് അവനെ സ്വകാര്യമായി ഉപദേശിച്ചുകൊണ്ട് നന്നാക്കുകയല്ലാതെ ഇത് പറയാൻ പാടില്ല. പറയുകയാണെങ്കിൽ 4 സാക്ഷിയാണ്. 4 സാക്ഷികൾ മുഖേന ഒരു തിന്മ ചെയ്യാൻ ഒരാൾ തന്റെ ഇടം കാണിക്കുന്നെങ്കിൽ അവൻ ഈ സമൂഹത്തിൽ വെച്ചേക്കാൻ പാടില്ല. അവൻ വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലുകയും അവിവാഹിതനാണെങ്കിൽ അവന് 100 ചാട്ടവാറടി കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിക ശിക്ഷ. അപ്പൊ നമ്മള് ഇവിടൊക്കെ സമൂഹത്തിന്റെ ഭദ്രതക്ക്, പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾക്ക്, കെട്ടുറപ്പിന് വിശുദ്ധ ഖുർആൻ, ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ കുറിച്ച് ഊഹം വെച്ച് പുലർത്താൻ പാടില്ല. അപ്പൊ ആ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവത്തോടനുബന്ധിച്ച് വളരെ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ആരോപണങ്ങള്, പിന്നെ സ്ത്രീകളെ കുറിച്ചാവട്ടെ പുരുഷന്മാരെ കുറിച്ചാവട്ടെ അതിന്റെ വിശ്വാസി സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലായി. വിശ്വാസി ചെയ്യേണ്ടത് ഇതാണ്, മറ്റൊരുത്തന്റെ മേൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാണെങ്കിൽ അവനെ സ്വകാര്യമായിട്ട് ഉപദേശിച്ച് നന്നാക്കുക എന്നതല്ലാതെ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നത് വിശ്വാസികൾക്ക് യോജിച്ചതല്ല. അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ അടുക്കൽ പ്രത്യേക ശിക്ഷ കിട്ടും. ദുനിയാവിലാണെങ്കിൽ ദുനിയാവിൽ നിന്ന് ഭരണകൂടം 80 അടി കൊടുക്കണം എന്നൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഈ ഊഹത്തെ കുറിച്ച് പറയുമ്പോൾ, ഊഹം ബന്ധങ്ങൾ തകരുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുകയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പരസ്പര ബന്ധത്തിന്, സ്നേഹത്തിന്, കെട്ടുറപ്പിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹുസ്നുൽ ദന്നി മിൻ ഹുസ്നിൽ ഇബാദ, നല്ലത് വിചാരിക്കുക എന്നുള്ളത് നല്ലൊരു ഇബാദത്താണെന്നാണ്. മറ്റൊരാളെ കുറിച്ച് നല്ലത് വിചാരിക്കാം. ഒരു സ്ത്രീ അങ്ങനെ ഒരു അന്യ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു, അവൾ എന്തെങ്കിലും വാങ്ങാനോ ചോദിക്കാനോ പറയാനോ വേണ്ടി പോയതായിരിക്കും എന്ന് വിചാരിക്കാം. അങ്ങോട്ട് പോയതപ്പോഴാണ് നമ്മൾ കണ്ടിട്ടില്ല, അവിടെ വീട്ടിൽ ആരെ കണ്ട് നമുക്കറിയില്ല, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് മാത്രമാണ് കണ്ടത്. അപ്പൊ നമ്മളെന്തോ അവള് വാങ്ങാനോ ഒന്ന് കൊടുക്കാനോ വേണ്ടി പോയതായിരിക്കും എന്ന ഒരു വിശ്വാസം. അങ്ങനെ അത് ഹുസ്നുൽ ദന്നി മിൻ ഹുസ്നിൽ ഇബാദ. അതിന്റെ പേരിൽ ഒരു ഫിത്ന സമൂഹത്തിൽ ഇല്ലാതിരിക്കുക. പൊതുവെ നമ്മളോട് അത്തരത്തിലുള്ള ആരോപണ വിധേയമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ശ്രദ്ധിക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണത്തിന് വിധേയമാകുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണക്കോ സംശയത്തിന് വിധേയമാകുന്ന പല കാര്യങ്ങളും മനുഷ്യരുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നല്ലതേ വിചാരിക്കാവൂ. നല്ലത് വിചാരിക്കുക എന്നത് നല്ലൊരു ഇബാദത്താണ് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പണ്ഡിതന്റെ വാക്കിൽ കാണാൻ സാധിക്കും, കുല്ലു ഇൻസാനിൻ യറൽ കൗന മിൻ മിറാഅത്തി വുജൂദി. ഓരോരുത്തരും അവനവന്റെ മാനസികാവസ്ഥക്കും അവനവന്റെ നിലവാരത്തിനനുസരിച്ചാണ് സമൂഹത്തെ കാണുക എന്ന്. ഓരോരുത്തരും അത് വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാട്ടോ. ഓരോരുത്തരും അവനവന്റെ നിലവാരത്തിന് അനുസരിച്ചാണ് മറ്റുള്ളവരെ കാണുക എന്ന്. അവന്റെ കണ്ണാടി, അവന്റെ ജീവിതത്തിന്റെ കണ്ണാടിയിലൂടെയാണ് അവൻ മറ്റുള്ളവരെ കാണുക എന്ന്. മസ്തൗദ ഗൈബസ്സറായിർ ലഹറ അലാ ഷഹാദത്തുള്ളറായി. ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോരുത്തരെ എന്താണോ സൂക്ഷിച്ചു വെച്ചത് അതിനനുസരിച്ചാണ് അവൻ പുറത്തേക്ക് വരാൻ. നമ്മളുടെ ഓരോരുത്തരുടെയും മാനസിക അവസ്ഥക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നർത്ഥം. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു സ്ത്രീയും പുരുഷനും ഒരു കാറിൽ പോകുന്നത് നമ്മൾ കണ്ടു. ഞാൻ നിങ്ങൾ എന്താ ചിന്തിക്കുള്ളൂ, അത് അവന്റെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ അവന്റെ പെങ്ങളായിരിക്കും, അത്രേ ചിന്തിക്കുള്ളൂ. നേരെ മറിച്ച് തമ്മാടിത്തത്തിൽ മുഴുകി ഇത്തരത്തിൽ സ്ത്രീകളൊക്കെ കൂട്ടി ലോഡ്ജിലൊക്കെ പോകുന്ന അങ്ങനെ വൃത്തികെട്ട ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരിപ്പോ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇങ്ങനെ കാറിൽ പോകുന്നതാണ്ട് എന്താ ചിന്തിക്കാം, ഇവിടുന്ന് ഒന്നിനും ഒപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കാം. അതാണ് ഇവിടെ ഈ പണ്ഡിതൻ പറയുന്നത്, കൊല്ലു ഇൻസാനി യറൽ കൗനമിൻ മിറാഅത്തി വുജൂദി. ഓരോരുത്തരും ഈ മറ്റുള്ളവരെ കാണുന്നതും ഈ പ്രപഞ്ചത്തെ കാണുന്നതും അവനവന്റെ നിലവാരത്തിനനുസരിച്ചായിരിക്കുന്ന. അപ്പൊ നല്ല മനുഷ്യന്മാർക്ക് നല്ല വാക്കുകളും നല്ല പ്രവർത്തികളും ഒക്കെ ജീവിതത്തിലുള്ള ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ സാധിക്കുള്ളൂ, നല്ലത് ഊഹിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്തവരൊക്കെ ചീത്തയായിട്ടാണ് ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കുക, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. ഊഹത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് പൊതുവെ ഒരു സതുപദേശം പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു ഇപ്പൊ ഒരാള് മറ്റൊരാള് നല്ല എന്തെങ്കിലും ഉപദേശിച്ചു, അല്ലെങ്കിൽ ഒരു സദസ്സില് ഒരു ദീനിയായ നസീഹത്തുള്ള ഒരു സദസ്സില് മുമ്പിലിരിക്കുന്ന ആൾക്ക് തോന്നുന്നു അത് ഇന്നെ തന്നെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ ഒരിക്കലും അത് പോസിറ്റീവായിട്ട് എടുത്ത് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തട്ടെ ചിന്തിക്കില്ല. നേരെ മറിച്ച് ആ പറഞ്ഞവനോട് ദേഷ്യം ഉണ്ടാവുക, എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ ഒരു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കാണ്, വലാ തളുനുൻ ബി കലിമത്തിൻ ഹറജത്ത് മിൻ അഖീകൽ മുസ്ലിം ഇല്ലാ ഖൈറ. മറ്റൊരാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കിനെ നീ നല്ല നിലക്കല്ലാതെ നീ മനസ്സിലാക്കരുത് എന്ന്. അപ്പൊ നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോ ചിലപ്പോ അതെന്നെ കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിന്തിച്ചാല്, മൂപ്പർ എന്നെ കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് ചിന്തിച്ചാല് പോസിറ്റീവായിട്ട് എടുത്ത് ജീവിതത്തിൽ മാറ്റം വരുത്തണം ഞാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം മൂപ്പര എന്നോട് എന്തോ ഒരു ദേഷ്യന്റെ ഇതിനെ കുറിച്ചാണ് എന്നെയാണ് പറഞ്ഞതെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അതുകൊണ്ടാണ് മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞപ്പോ യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, കേൾക്കുന്ന വാക്കുകളൊക്കെ എന്നെ കുറിച്ചാണ് ഇങ്ങനെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു മുനാഫിഖുകൾക്ക്. മറ്റവൻ ഒരു പറയുന്നത് എന്നെ കുറിച്ചാണ്, അപ്രസംഗത്ത് പറഞ്ഞ എന്നെ കുറിച്ചാണ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അപ്പം ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും പറയുകയും ആ ഊഹത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു സതുപദേശം പോലും ഫലം ചെയ്യില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഊഹത്തിന് അടിമപ്പെടാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനൽ-ളന്നി, ഊഹങ്ങളിൽ നിന്ന് അധികവും നിങ്ങൾ വെടിയണം. ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, ഊഹങ്ങളിൽ ചിലത് തെറ്റാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ആയത്ത് വലിയൊരു ദൃഷ്ടാന്താട്ടോ. നമുക്ക് ആ റബ്ബിന്റെ വാക്കുകളാണ് ഇതൊക്കെ എന്ന് 100% മനസ്സിലാക്കാവുന്ന വാക്കുകളാണ്. കാരണം ഇതിൽ പിന്നെ പറയുന്നുണ്ട്, അറിയാം, വലാ തജസ്സസുന, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. എപ്പോഴാണ് നമ്മൾ ഒരാളുടെ രഹസ്യം ചുഴ്ന്നന്വേഷിക്കുക? മറ്റൊരാളെ കുറിച്ച് മോശപ്പെട്ട ധാരണ നമ്മളെ മനസ്സിലുണ്ടാകുമ്പോ. അപ്പൊ അള്ളാഹ് പറഞ്ഞു നോക്കി, നിങ്ങൾ ഊഹങ്ങളിൽ അധികവും വെടിയണം, ഊഹങ്ങൾ ചിലത് പാപമാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയാ വലാ തജസ്സസു. നിങ്ങളെ മനസ്സിൽ തോന്നിയ മറ്റൊരാളെ കുറിച്ച് മനസ്സിൽ തോന്നിയ മോശപ്പെട്ട ഒരു ധാരണ, ആ ധാരണ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ സ്വകാര്യമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പാണ് നിങ്ങൾ ചെയ്യരുത്. തൊട്ടടുത്ത് പറയും ജാസൂസിന്റെ പണി, രഹസ്യാന്വേഷണം, ചാരപ്പണി നിങ്ങൾ ചെയ്യരുത്. എന്നിട്ട് പറയുന്ന വാക്കെന്താ? വലാ യഗ്തബ് ബഅദുകും ബഅദ. എപ്പോഴാ ഗീബത്ത് പറയാ? മറ്റൊരാളെ കുറിച്ച് മോശമായ ധാരണ ഉണ്ടാകുമ്പോ, അയാളോട് വെറുപ്പുണ്ടാകുമ്പോ എന്താണ് ഗീബത്ത് വരും. അല്ല, വലാ യഗ്തബ് ബഅദുകും ബഅദ. ഗീബത്ത് പറയാൻ അനുവദിക്കപ്പെട്ടതും അത് പറയേണ്ടതുമായ സന്ദർഭങ്ങൾ നമ്മൾ ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളെ തിരുത്താൻ വേണ്ടി
അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോടൊരു വിവാഹാന്വേഷണം വരുമ്പോൾ അവിടെ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് നേർക്ക് നേരെ പറഞ്ഞ് തിരുത്താൻ കഴിയില്ലെങ്കിൽ ഒരാൾ അവരെ രക്ഷിതാവ് അല്ലെങ്കിൽ ഗുരുനാഥൻ അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഒരു അധികാരിയുടെ കീഴിലുള്ള ആള് അപ്പൊ നസീഹത്തോടു കൂടി അയാളെ പറഞ്ഞ് തിരുത്താൻ ഇയാൾക്ക് സാധിക്കും എന്നുള്ളത്. നമുക്ക് നേർക്കേറെ പറഞ്ഞ് തിരുത്താൻ സാധിക്കില്ലെങ്കിൽ അയാൾ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ശ്രദ്ധയിൽപ്പെടുത്താം. അതല്ലാതെ ഒരാളെ വഷളാക്കുക എന്നുള്ള നിലക്ക് എന്താവാൻ പാടില്ല, ഗീബത്ത് പറഞ്ഞ് നടക്കാൻ പാടില്ല. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ റബ്ബ് ഒരേ ആയത്തിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ സത്യമാണെന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ചാരപ്പണികൾ നടത്താൻ പാടില്ല. മാത്രമല്ല ആ മനസ്സിലുള്ള ധാരണക്കനുസരിച്ച് ഗീബത്തും നമീമത്തും നിങ്ങൾ പറയാൻ പാടില്ല. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ധാരണ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും ഗീബത്ത് ഒരാളെ പറഞ്ഞ് വഷളാക്കി നടക്കാൻ പാടില്ല. അതേപോലെ നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല. എന്നിട്ട് ആയത്തിന്റെ അവസാനമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതായിരിക്കും, എല്ലാ റമദാനിലും ഒരു പക്ഷെ നമ്മൾ കേൾക്കുന്നതായിരിക്കും, തന്റെ സഹോദരന്റെ മയ്യത്തിന്റെ മാംസം ഭക്ഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവനുള്ള ഒരാളെ നമ്മൾ ശരീരത്തിൽ തൊടുക മുറിപ്പെടുത്തി കഴിയുമ്പോൾ അയാൾക്ക് പ്രതികരിക്കാൻ പറ്റും. മയ്യത്തിൽ നിന്ന് മാംസം മുറിച്ചെടുക്കുമ്പോൾ അയാൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരാളുടെ മുമ്പിൽ വെച്ച് അയാളുടെ മുഖത്ത് നോക്കിയിട്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് തിരുത്താൻ സാധിക്കും. നേരെ മറിച്ച് അയാൾ ഇല്ലാത്ത സന്ദർഭത്തിലാണ് പറയുന്നതെങ്കിൽ അയാൾക്ക് അതിന്റെ നിജസ്ഥിതി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഗീബത്ത് പറയരുതേ എന്ന് പറയുന്നത്. ഇതൊക്കെ സമൂഹത്തിന്റെ പരസ്പര നന്മക്കും കെട്ടുറപ്പിനും വേണ്ടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ വളരെ ഗൗരവമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ജ്യോത്സ്യന്മാരെയോ കണക്ക് നോട്ടക്കാരെയോ സമീപിക്കരുത് എന്ന് പറഞ്ഞു. അവിടെയും എന്താണ്, ഈ ജ്യോത്സ്യന്മാരെടുത്തും കണക്ക് നോട്ടക്കാരെടുത്തൊക്കെ പോയി പരിചയമുള്ള ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ തന്നെ ഒരു പക്ഷേ നമ്മളൊക്കെ ജാഹിലിയ കാലത്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒരു ജ്യോത്സ്യനും ഒരു സിദ്ധനും ഒരു പ്രശ്നം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ജീവിതത്തിലെ കുടുംബത്തിലെ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ, ഇങ്ങനത്തെ അവസ്ഥകളിലാണ് പലപ്പോഴും ഇത്തരം ആളുകളെ സമീപിക്കാം. ഒരു ജ്യോത്സ്യനും ആ രോഗം നിനക്ക് എന്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഉണ്ടായ രോഗം അത് അള്ളാന്റെ പരീക്ഷണമാണ്, നീ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ജ്യോത്സ്യനും പറയില്ല. അല്ലെങ്കിൽ നിന്റെ സാമ്പത്തിക തകർച്ച, സമ്പത്തില് അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള തകർച്ച അത് അള്ളാന്റെ പരീക്ഷണമാണെന്ന് ക്ഷമിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ജ്യോത്സ്യനും പറയും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ ഒരു ജ്യോത്സ്യനെയോ ഒരു മാരണക്കാരനെയോ സമീപിക്കുന്നു എങ്കിൽ നിങ്ങൾ വഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവതരിച്ചതിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്താണ്? ഇവർ വെറും ഫിത്നയും ഫസാദും മാത്രമേ പറയുള്ളൂ. കാരണം എന്താ ചോദിച്ചാൽ ഊഹിച്ച് പറയാണ് അവർ ചെയ്യുക. ആ ഊഹിച്ച് പറയുന്നത് മാത്രമല്ല, നിന്നെ പറ്റിച്ചതാണ്, നിന്റെ അടുത്ത ആള് തന്നെയാണ് നിന്നെ പറ്റിച്ചത് എന്ന് പറയും. നിനക്കെതിരെ ചെയ്തതാണ്, നിന്നെ പറ്റിച്ചതാണെന്ന് ഇങ്ങനെ പറയും. അപ്പൊ നമുക്ക് എന്തായെന്നറിയോ, അത് കേൾക്കുമ്പോ എല്ലാവരും ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും സമീപിക്കുന്ന ഒരു ജ്യോത്സ്യന്റെ അടുത്തോ ഒരു സിദ്ധന്റെ അടുക്കലോന്നോ ഇതിങ്ങനെ കേൾക്കുമ്പോ പിന്നെ നിന്റെ അടുത്ത ആൾ തന്നെയാണ് നിന്നെ പറ്റിച്ചത്. ചിലപ്പോൾ പറയും നിന്റെ തോളിലിരുന്ന് ചെവിയുന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് സംശയം, ആരെക്കുറിച്ചൊക്കെ കൂടെ താമസിക്കുന്നവരെ കുറിച്ച് സംശയമായി, അടുത്ത കുടുംബക്കാരനെ കുറിച്ച് സംശയമായി, അതുപോലെ തന്നെ അയൽക്കാരനെ കുറിച്ച് സംശയം. ഇങ്ങനെ എല്ലാവരെയും പരസ്പരം സംശയിക്കുന്ന, പരസ്പരം അകറ്റുന്ന പരിപാടിയാണ് ഈ ജ്യോത്സ്യന്മാർ ശുദ്ധന്മാർ ചെയ്യുക. ഒരിക്കലും ഒരു ജ്യോത്സ്യനും, കാരണം അവർക്ക് സാമ്പത്തികമായി നേട്ടം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചികിത്സിക്കുകയും പ്രശ്നപരിഹാരം തേടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ജ്യോത്സ്യനും പിന്നെ അവിടെ ഇരിക്കേണ്ടിയില്ല, ഒന്നും പൈസ കിട്ടൂല. അപ്പൊ അവർക്ക് ഞങ്ങൾക്ക് പോയോനും സംതൃപ്തി കിട്ടണം, എനിക്ക് കാര്യമായിട്ട് എന്തോ കിട്ടി, നീ ഇന്നൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്തെങ്കിലും കുറെ കുത്തി വരച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അത് വീട്ടിന്റെ മറ്റേ മൂലയെ കുറിച്ച് കുഴിച്ചിട്ടാൽ മതി എന്നൊക്കെ പറയും. ഇതൊക്കെ നിന്നെ പറ്റിച്ചത് നിന്റെ അടുത്ത ആൾ എന്നാന്ന് പറയും. ആരാന്ന് പറയില്ല, നിന്റെ അടുത്ത ആൾ എന്നാന്ന് പറയും. അപ്പൊ നമുക്ക് കുടുംബക്കാരെ സംശയമായി, കൂടെ താമസിക്കുന്നവരെ സംശയമായി, ജ്യേഷ്ഠാനുജന്മാരെ സംശയമായി, അയൽക്കാരെ സംശയമായി. ഇങ്ങനെ പരസ്പരം വെറുപ്പിലും അകൽച്ചയിലും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഊഹവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ജ്യോത്സ്യന്മാരെയും കണക്കന്മാരെയും ഒക്കെ സമീപിക്കരുത്, അങ്ങനെ സമീപിക്കുന്നവൻ അള്ളാഹുവിന്റെ ഖുർആനിൽ ഗൈബായ ഒരാൾക്കും അറിയില്ല, അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്, ഖുർആനിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള കാര്യമാണ്.
നമ്മളൊരു നല്ലൊരു കൂട്ടായ്മ, നല്ല ബന്ധങ്ങൾ, കുടുംബത്തിലാണെങ്കിലും അയൽപക്കത്താണെങ്കിലും മറ്റു കൂട്ടായ്മകളാണെങ്കിലും പരസ്പര സ്നേഹവും ഐക്യവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ പരസ്പരം അകൽച്ചയും വെറുപ്പും ശത്രുതയും പിശാചിന് ഏറ്റവും തൃപ്തിയുള്ള സംഗതിയാണ്. ഇത് ഖുർആൻ എവിടെയാ പറഞ്ഞതെന്ന് ചോദിച്ചാല് മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും പറഞ്ഞെടുത്താണ് ഖുർആൻ അത് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അജ്സാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യം, ചൂതാട്ടം, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരിൽ ബലിയറക്കുന്ന ബലിപീഠം, ലക്ഷണം നോക്കുന്ന ലക്ഷണം, അമ്പുകോലുകൾ, ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ പണികളിൽപ്പെട്ട മ്ലേച്ഛമായ കാര്യങ്ങളാകുന്നത്. അപ്പം ശൈത്താന്റെ പണിയിൽപ്പെട്ടത് തന്നെയാണ് ഈ ജ്യോത്സ്യന്മാരെയും സിദ്ധന്മാരെയും പണി, ലക്ഷണം നോക്കൽ തന്നെയാണ്. അപ്പൊ ഈ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ പരസ്പരം അകറ്റുന്ന, മനുഷ്യരെ പരസ്പരം സംശയത്തിലും ശത്രുതയിലുമാക്കി തീർക്കുന്ന എല്ലാ പണികളും പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം സംശയം ഉണ്ടാകുന്ന, അകൽച്ച ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ഊഹം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദാമ്പത്യ ജീവിതത്തെയാണ്. പലപ്പോഴും നമ്മള് ഈ പല മനോരോഗികൾ, ഈ മനോരോഗ വിദഗ്ധന്മാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോ കോഴിക്കോടുള്ള പ്രൊഫസർ മുഹമ്മദ് ഹസൻ, അദ്ദേഹം ഒരു മനോരോഗ വിദഗ്ധനാണ്. അദ്ദേഹം മനസ്സ്, വ്യതകളും വിധികളും എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ കോപ്പി ഇവിടെ ഓഫീസിലൊക്കെ നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിൽ ഒരുപാട് അനുഭവങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകള്, മനോരോഗ വിദഗ്ധന്മാരൊക്കെ ഒരുപാട് ആളുകളെ ചികിത്സിച്ച് പരിചയം ഉണ്ടാവും. അപ്പൊ അതിൽ ഈ ഊഹത്തിന്, ദാമ്പത്യ ബന്ധം തകർക്കുന്നതിൽ ഊഹത്തിനുള്ള പങ്ക് അത് വളരെ കൃത്യമായിട്ട് ഈ മനസ്സ്, വ്യതകളും വിധികളും എന്ന പ്രൊഫസർ മുഹമ്മദ് ഹസന്റെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ലൈബ്രറിയിൽ ഉണ്ടാകുമ്പോൾ ഒഴിവിട്ടും നമുക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അതിൽ അദ്ദേഹം പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ ഒന്നിന്റെ ഉദാഹരണം ഞാൻ പറയാം. അദ്ദേഹം പേര് പറഞ്ഞിട്ടുണ്ട്. പേരൊക്കെ അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഞാനിതിൽ പറയുന്ന പേരുകളൊക്കെ സാങ്കല്പികമാണ്, നിങ്ങൾ അങ്ങനെ ഒരാളെ സങ്കല്പിക്കേണ്ടത്. അപ്പൊ മൂസ ഹാജി എന്ന് പറഞ്ഞ ഒരാളെ പേര് പറഞ്ഞിട്ട് അയാൾ പറയാണ്, ഇദ്ദേഹം മലഞ്ചരക്ക് കച്ചവടക്കാരനാണ്. രാവിലെ പോകും, ഉച്ചക്കൊന്ന് വന്ന് വിശ്രമിച്ച് കുറച്ച് സമയം വീട്ടിൽ നിന്ന് വിശ്രമിച്ച് വേഗം തിരിച്ചു പോകും. അപ്പൊ മലഞ്ചരക്ക് ജോലിയാണ്, വ്യാപാരമാണ്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി, ഒരു 5 മണി വരെയൊക്കെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഈ വീട്ടിൽ കുറെ കറവ പശുക്കളുണ്ട്. ആ കറവ പശുക്കളെ നോക്കുന്ന ഒരു പയ്യനുണ്ട് വീട്ടില്. ഈ പയ്യൻ വൈകുന്നേരം മൂളിപ്പാട്ടും പാടി ഇങ്ങനെ ആ വീടിന്റെ പരിസരത്ത് ആലയുടെ ഇവർ കിടക്കുന്ന റൂമിന്റെ തൊട്ട് ബേക്കിലാണ് ആല ഉള്ളത്. ഈ ആലയിൽ ഇങ്ങനെ മൂളിപ്പാട്ടും പാടി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഒരു ഈച്ച നെറ്റിയിൽ വന്നപ്പോൾ ഇവൻ കൈകൊണ്ട് ഇങ്ങനെ അടിക്കുന്ന രൂപത്തിലെ അടിച്ചു. അപ്പൊ ഇയാൾക്ക് മൂസാജി ഇങ്ങനെ ഇവൻ മൂളിപ്പാട്ട് കാണുന്നതും കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നതും അത് കാണുന്നത്. അപ്പം ദിവസവും ഈ റൂമിൽ ഉണ്ടാവുക എൻ്റെ ഭാര്യയാണ്, വീട്ടിലും ഇവിടെ ഉണ്ടാവുക. ഞാനങ്ങ് പോകുന്നു. അപ്പൊ ഇവന് എൻ്റെ ഭാര്യയോടാ ഈ മൂളിപ്പാട്ട് പാടുന്നത്, എൻ്റെ ഭാര്യ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, ഓൻ എങ്ങനെ ആക്ഷൻ കാണിക്കുന്നത് ഭാര്യയോടാണ് എന്നൊക്കെ ഇയാൾ തെറ്റിദ്ധരിച്ചിട്ട് ഇയാള് ഭാര്യയെ പോയിട്ട് ഒന്നും പറയാതെ ഒരൊറ്റ അടിയാണ് കൊടുത്തുന്ന. അങ്ങനത്തെ സംഭവം എനിക്ക് അനുഭവമുണ്ട്. എന്ന് പറഞ്ഞാല് ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള കുറച്ച് പ്രായമുള്ള ഒരാള്, ആ വീട്ടുകാരിയായ ആള്, നമ്മളെ അറിയില്ല ചൈതി എന്നറിയില്ല, വീട്ടിന്റെ ബേക്കിലെ ഭാഗത്ത്, ആ ഭാഗത്ത് ഇങ്ങനെ തൊട്ടടുത്ത വീട്ടിലേക്ക് അങ്ങനെ പുറത്തേക്ക് വെറുതെ ഇങ്ങനെ നോക്കിക്കാം, ഞാൻ അപ്പുറത്തെ മുഹമ്മദ് ഖാനെ നോക്കിക്കാൻ പറഞ്ഞ തലക്കൊരു ഒറ്റ അടി. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്താണ് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരുപാട് കുടുംബ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഊഹത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ ദാമ്പത്യ ജീവിതത്തിലെ ഭാര്യ ഡോക്ടറെ പോകാനുള്ള കാരണം പറയുന്നുണ്ട്. അവിടെ ചികിത്സിക്കാൻ വേണ്ടി വരുന്ന ചില സ്ത്രീകള് ഇയാളെ കാണാൻ വേണ്ടി വരികയാണ് നിങ്ങളെ സംശയത്തിന്റെ പേരിൽ, നിങ്ങൾക്ക് തടസ്സം ഞാനാണില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇട്ടേച്ച് പോയ സംഭവം ഒക്കെ പറയുന്നുണ്ട് അദ്ദേഹം. ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ദാമ്പത്യ ജീവിതം തകരുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹുസ്നുൽ ദന്നി മിൻ ഹുസ്നിൽ ഇബാദ, നല്ലത് വിചാരിക്കുക. അതെന്ത് നമ്മൾ പൊതുവെ എന്താ അറിയോ, ഞാൻ പറഞ്ഞല്ലോ, ഈ പരസ്പരം അകൽച്ചയും ശത്രുതയും പിശാചിന് ഏറ്റവും തൃപ്തിപ്പെട്ട സംഗതിയാവുന്നില്ല. നമ്മൾ സ്വന്തം ഭാര്യയാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയാവട്ടെ, നമ്മൾ അവരെ കുറിച്ച് മോശപ്പെട്ട ധാരണയാണ് നമ്മളെ മനസ്സിലുള്ളെങ്കിൽ അവർ പോകുന്നതും ആള് കാണുന്നതും സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ നമുക്ക് സംശയമായിട്ടാണ് തോന്നുക.
നമ്മളെ ഭാര്യയെ സംശയിച്ച് വിചാരിച്ചോ, ഭാര്യ എവിടെങ്കിലും ഒരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ ഒരു കൂടലിന് പോയി ആരെങ്കിലുമായിട്ട് സംസാരിച്ച് ഒന്ന് ചിരിച്ച്, അതൊക്കെ നമ്മൾ സംശയമായിട്ടാണ് തോന്നുക. ഊഹം എന്ന രോഗത്തിന് അടിമപ്പെട്ട് അത്തരത്തിൽ അതിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെ ജീവിതത്തിൽ ഉള്ളെങ്കിൽ എല്ലാം സംശയമായിട്ടാണ് തോന്നുക. അങ്ങനത്തെ സംശയത്തിന് ബലം കൂട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ പിശാച് ഇങ്ങനെ ഇട്ടുതരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നല്ലത് വിചാരിക്കുക, ഹുസ്നുൽ ദന്നി മിൻ ഹുസ്നിൽ ഇബാദ എന്നത് കൃത്യമായി നമുക്ക് ഓർമ്മ ഉണ്ടാവുക. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന ബഅദൽ ദന്നി ഇസ്മ, ഊഹങ്ങളിൽ ചിലത് പാപമാണ്. അപ്പൊ ഇത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനുള്ള ചികിത്സ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. നമ്മളെ മനസ്സ് ഊഹത്തിന് കീഴ്പ്പെട്ടു പോയി ഊഹത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപഴകുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ആവശ്യമാണ്. ആ പരിഹാരം എന്താണെന്നുള്ളത് അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നല്ലത് വിചാരിക്കുക എന്നുള്ളത് നല്ലൊരു ഇബാദത്താണ്. അതുകൊണ്ട് നല്ലത് വിചാരിക്കുക ആളുകളെ കുറിച്ച്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഊഹം എന്നത് പാപമാണ്, കുറ്റകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന ബഅദൽ ദന്നി ഇസ്മുൻ, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് തിന്മയായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്നൊരു ചിന്ത നമ്മൾ മനസ്സിലുണ്ടാവുക. അതുപോലെ തന്നെ ചീത്ത ചിന്തകള്, ചീത്ത ഊഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും കാരണമാകുന്ന ഒരു കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവുക. നമുക്കൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഭാര്യയെ കുറിച്ചാവട്ടെ, കുടുംബാംഗങ്ങളെ കുറിച്ചാവട്ടെ, അതല്ലെങ്കിൽ നമ്മളുമായി ഇടപഴകുന്ന ഒരു വ്യക്തിയെ കുറിച്ചാവട്ടെ, ഒരു തെറ്റായ ഒരു ധാരണ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അത് നേർക്കുനേരെ അയാളുമായിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്ത് നല്ല വ്യക്തിബന്ധങ്ങളും നല്ല ജീവിതവും നമുക്കും അവർക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ല വാക്കുകൾ ഉണ്ടാവുക, നല്ല സമീപനങ്ങൾ ഉണ്ടാവുക, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഊഹം വെച്ച് പുലർത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയമാകുന്ന കാര്യമാണ് എന്ന് എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് നന്നാവും. വിശുദ്ധ ഖുർആൻ വയുഅദ്ദിബുൽ മുനാഫിഖീന വൽ മുനാഫിഖാതി വൽ മുശ്രികീന വൽ മുശ്രികാതി ദ്ദാന്നീന ബില്ലാഹി ളന്നസൗ വയുഅദ്ദിബുൽ മുനാഫിഖീന വൽ കപടവിശ്വാസികളെയും വിശ്വാസികളെയും അല്ലാഹു ശിക്ഷിക്കും, മുശ്രിക്കുകളെയും അല്ലാഹു മുശ്രികാത്തുകളെയും അല്ലാഹു ശിക്ഷിക്കും. അല്ലാഹന്നീന ബില്ലാഹി ളന്നസൗ, അല്ലാഹുവിനെ കുറിച്ച് മോശമായ ഊഹങ്ങൾ വെച്ച് പുലർത്തുന്നവരെയും അല്ലാഹു ശിക്ഷിക്കും. അലൈഹിം ദാഇറത്തു സൗ, തിന്മയുടെ പരിവാരങ്ങളാണ് അവരുടെ കൂടെയുള്ളത്. വഗളിബല്ലാഹു അലൈഹിം, അല്ലാഹു അവരോട് കോപിച്ചിരിക്കുന്നു. വലഅനഹും, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് കാരണമാകുന്ന ഒരു തിന്മയാണ് ഊഹത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നൊരു ബോധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന്. ഈ ഊഹമാണ് മനുഷ്യരെ നിരീശ്വരവാദത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മനുഷ്യരുടെ ഊഹങ്ങളാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ കൃത്യമായിട്ട് സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത്. അപ്പൊ നമ്മളൊരു യാത്രയിലെ ഒരു കാട്ടിലൂടെയോ അല്ലെങ്കിൽ വിജനമായ പ്രദേശത്തിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ അവിടെ കൃത്യമായി അവിടെ ഒരു ഒഴിഞ്ഞ വീട്, പഴയ വീട് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ആ വീട് പിന്നെ നമ്മൾ ഒരുത്തൻ നേർക്കേറെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ വീട് ഉണ്ടാക്കിയ ഒരാളും ഇല്ലാതെ താനെ ഉണ്ടായി എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഊഹം. അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്നത്, ആ വീട് നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്നത് വളരെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്. എന്നാൽ അത് താനെ അവിടെ മുളച്ചു പൊന്തിയതാണ്, ഉണ്ടായതാണ് വിശ്വസിക്കലോ, അതൊരിക്കലും സംഭവിക്കാത്ത ഇല്ലാത്തൊരു കാര്യം ഒരു ഊഹിക്കലാണ്. ഈ രൂപത്തിൽ തന്നെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക എന്നുള്ളത്. ഞാനും നിങ്ങളൊക്കെ വളരെ കൂടുതലൊന്നും ഈ സദസ്സിൽ വിശദീകരിക്കേണ്ടതില്ല എന്നുകൊണ്ട് ഞാൻ ഖുർആൻ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാൻ മാത്രമാണ്. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നതിന് മുമ്പേ തന്നെ എനിക്കും നിങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു. നമുക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉമ്മയുടെ അമ്മിഞ്ഞപ്പാലടക്കം നമ്മൾ ജനിച്ചു വരുന്നതിന് മുമ്പേ ഇവിടെ എല്ലാം ജനിക്കുമ്പോഴേക്കും ഇവിടെ സംവിധാനിച്ച് വളരെ കൃത്യമായി ആസൂത്രിതമായി ഇതൊക്കെ സംവിധാനിച്ചിട്ട് അതൊന്നും സംവിധാനിച്ച ഒരാളില്ല. നേരത്തെ നമ്മൾ വീടിന് താനെ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ഊഹം മാത്രമാണത് എന്ന് ഖുർആൻ പറയാണ്. വമാ ഖലഖന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില, ആകാശഭൂമികളെ നാം വെറുതെ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ദാലിക ലന്നുല്ലദീന കഫറു, അത് സത്യനിഷേധികളുടെ ഊഹം മാത്രമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ട്. അപ്പൊ അത് നിരീശ്വരവാദത്തിന് പ്രേരിപ്പിക്കുന്നത് മനുഷ്യന്റെ ഊഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശിർക്കിന് പ്രേരിപ്പിക്കുന്നത് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമ്മൾ ഇത്തരം ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴും ഖുർആൻ പഠിക്കുമ്പോഴും എല്ലാ വഴികേടുകളിൽ നിന്നും രക്ഷപ്പെട്ട് കൃത്യമായ സത്യസന്ധമായ മാർഗത്തിലേക്ക് എത്തിച്ചേരണം
എന്ന വിശ്വാസത്തോടു കൂടി ആയിരിക്കണം നമ്മൾ സമീപിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നതിനപ്പുറം നമ്മുടെ ബുദ്ധിയും ചിന്തയും പഠനവും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ശരിയായ സത്യത്തിൽ എത്തിപ്പെടും. അപ്പൊ നമുക്ക് ശിർക്ക് ചെയ്യുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ഏതൊക്കെ സമൂഹം ശിർക്ക് ചെയ്യുന്നുണ്ടോ, അത് മുസ്ലിം നാമധാരികളായിരുന്നാലും ശരി, മറ്റ് സമുദായങ്ങളായിരുന്നാലും ശരി, ആരൊക്കെ ശിർക്ക് ചെയ്യുന്നുണ്ടോ ആ ശിർക്ക് ചെയ്യുന്നതിനൊക്കെ കാരണം ഊഹമാണ്, നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഖുർആൻ തന്നെ കൃത്യമായി പറയാം, ബമാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് ആ വിഷയത്തിൽ യാതൊരു അറിവുമില്ല. ഈ യത്തബിഊന ഇല്ലല്ലാഹ്, അവർ ഊഹത്തെ അല്ലാതെ പിന്തുടരുന്നില്ല. ശിർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞതാ. മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞു, വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ, അള്ളാഹുവിന് പുറമെ പങ്കാളികളെ വിളിച്ചു തേടുന്ന ആളുകൾ ഈ യത്തബിഊന ഇല്ലല്ലാഹ്, അവർ ഊഹത്തെ അല്ലാതെ പിന്തുടരുന്നില്ല. വൈൻഹും ഇല്ലാ യഖ്റുസുൻ, അവർ മതിച്ചു പറയുക, ഊഹിച്ചു പറയുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് അല്ലാഹ് ഖുർആനിലോ അല്ലെങ്കിൽ മഹാന്മാർക്ക് അതിന് കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ, മരിച്ചുപോയൊരു മനുഷ്യൻ ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ നിന്ന് ഏത് ഭാഷയിൽ എപ്പോൾ വിളിച്ചാലും കേൾക്കാൻ അയാൾക്ക് കഴിയും. എന്താ അള്ളാഹ്ക്ക് കഴിവ് കൊടുത്തൂടെ എന്നാ? കൊടുത്തെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കൊടുത്തൂടെ എന്നുള്ളത് എന്താണ്? ഊഹാണ്. അതാ ഈ യത്തബിഊന ഇല്ലല്ലാഹ്, അവർ ഊഹത്തെ അല്ലാതെ പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ ഏതൊക്കെ സമൂഹം ശിർക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെയും അവരുടെ ഊഹത്തിന്റെ കുറെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഇപ്പൊ എന്നിട്ട് ന്യായീകരിക്കാണ്, ഒരു കാറിന്റെ ഡ്രൈവർ ആ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, എന്നാൽ അയാൾ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയാലോ അയാൾക്ക് കുറെ ഫ്രീ ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിലായിരിക്കും അതിന് ഒരുപാട് പരിമിതികളുണ്ട്, എന്നാൽ ആ ആത്മാവ് പുറത്തു വന്നാലോ അതിന് പരിമിതികളില്ല. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? അവനവന്റെ ഊഹം. അല്ലാഹ് പറഞ്ഞ ഖുർആനില് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടിറങ്ങിയാൽ പരിധികളില്ലാത്ത കേൾവിയും കാഴ്ചയും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട് പറയുന്നത് പോലെ തന്നെ ഏത് ഭാഷയിലും എപ്പോഴും എവിടെ വെച്ചും മരണപ്പെട്ടവർ നിങ്ങൾക്ക് തേടാം. അല്ലാഹ് പറഞ്ഞോ? റസൂലുള്ളാഹ് പറഞ്ഞോ? ഇല്ല. പിന്നെന്താണ്? യത്തബിഊന ഇല്ലല്ലാഹ്, നിങ്ങൾ അവർ ഊഹത്തെ അല്ലാതെ പിന്തുടരുന്നില്ല. അല്ലാഹ് കൃത്യമായിട്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പഠിക്കാൻ തയ്യാറാവാതെ നമ്മള് പിന്നെ അവര് വലിയ ആളുകളല്ലേ, അവരുടെ വേഷം കണ്ടില്ലേ, അവരുടെ തലപ്പാവ് കണ്ടില്ലേ, താടിയുടെ നീളം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ പിന്നാലെ പോയാൽ അല്ലാഹ് ഖുർആൻ വെച്ചിട്ടാ നാളെ പരലോകത്ത് നമ്മളെ വിചാരണ നടത്തുക. കൃത്യമായിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അവർ അല്ലാഹ്ക്ക് പുറമെ ദുആ ചെയ്യുന്നില്ല ശുറകാ, പങ്കാളികളോട്. ഇനി യത്തബിഊന ഇല്ലല്ലാഹ്, അവർ ഊഹത്തെ പിന്തുടർന്നുകൊണ്ടല്ലാതെ അത് ചെയ്യുന്നില്ല. വൈൻഹും ഇല്ലാ യഖ്റുസൂൻ, അവരൊക്കെ ഊഹിച്ച് പറയാണ്. അവരുടെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ അവരുടെ ന്യായീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പൊ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ശിർക്ക് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ എന്താ അള്ളാഹ്ക്ക് കഴിവ് കൊടുത്തൂടെ, അള്ളാഹ് കൊടുത്താൽ കേട്ടൂടെ എന്നൊക്കെ പറയുന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു തെളിവുകളുമില്ലാത്ത ന്യായീകരണങ്ങളും ഊഹങ്ങളും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളൊക്കെ സമൂഹം വെച്ച് പുലർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുക. ഖുർആൻ നല്ല വ്യക്തിയാവാൻ പറഞ്ഞു, നല്ല മനസ്സിന്റെ ഉടമയാവാൻ പറഞ്ഞു, നല്ല വ്യക്തികളുമായിട്ട് സമ്പർക്കം പുലർത്താൻ വേണ്ടി പറഞ്ഞു, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നല്ലവരുമായിട്ട് ഇടപഴകുകയും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളുമായി കൊണ്ട് ജീവിക്കുകയും മുൻഗാമികളായ സ്വാലിഹ്യങ്ങളുടെ ചരിത്രങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ലവരായി ജീവിച്ചാൽ നമ്മുടെ മനസ്സ് നല്ലതായിരിക്കും. നമുക്കും അള്ളാഹു നല്ല മനസ്സ് തരുകയും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ല ബന്ധങ്ങളും കൊണ്ട് നല്ല കുടുംബബന്ധം നല്ല സ്നേഹബന്ധത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു അനുഗ്രഹീതമായ ജീവിതമാണ് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടിയുള്ള സംതൃപ്തിയോടു കൂടിയുള്ള നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളുമായി ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ശിർക്ക് കലരാത്ത, ബഹുദൈവത്വം കലരാത്ത, നിരീശ്വരത്വം കലരാത്ത ശരിയായ ചിന്തയും സത്യസന്ധമായ സത്യമായ വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ഏറ്റവും ശരിയായ സത്യം അംഗീകരിച്ച് ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ റബ്ബെ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ഏറ്റവും ശരിയായ സത്യത്തിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണം റബ്ബെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബെ.
നാഥാ മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണം റബ്ബെ. രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.